മെന്റൽ ഫിറ്റ്നസിന്റെ ഒരു പ്രാധാന്യം ലോകത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ആശയവുമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ലീവ് ലൈഫ്. നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, എത്രത്തോളം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആവണം, അതല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ അതിരുകൾ വെക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ എല്ലാവർക്കും വേണം. വിവാഹ ജീവിതത്തിനെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇടുന്ന സിനിമകളിലൂടെയാണ്. പ്രണയം ആയിക്കോട്ടെ, ജീവിതം ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ സിനിമകളിൽ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത്. പിന്നെ റിയലിലോട്ട് വരുമ്പോൾ അത്രയും കിട്ടാതെ വരുമ്പോൾ അവരോർക്കും സംതിങ് മിസ്സിംഗ് ആണ് എൻ്റെ ലൈഫിൽ എന്നുള്ളത്. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ നിജ ബെന്നി. എഞ്ചിനീയറാണ്, സൈക്കോളജിസ്റ്റാണ്. നമുക്ക് ഡോക്ടർ നിജ ബെന്നിയിലേക്ക് ചെല്ലാം. പറയൂ ഡോക്ടറെ, ഡോക്ടർ നിജ ബെന്നി ആരാണ്? ആദ്യം തന്നെ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ, പറഞ്ഞ പോലെ തന്നെ ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് മനസ്സിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പഠിച്ചു തുടങ്ങിയതാണ്. പ്രൊഫഷണലി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പം ലീവ് ലൈഫ് എന്നിട്ടുള്ള ഒരു സ്ഥാപനം എനിക്ക് സ്വന്തമായിട്ടുണ്ട്. ലീവ് ലൈഫ് ഒരു മൈൻഡ് സ്റ്റുഡിയോ കോൺസെപ്റ്റ് ആണ്, മനസ്സിനായിട്ടുള്ള ഒരിടം. അപ്പം മനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അവനവനിൽ തന്നെ ഒരു ഡീപ്പ് റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള ആർക്കും വരാം. ഒരു മെന്റൽ ക്ലെൻസിങ് ചെയ്യാനും. ഇപ്പം ഞാൻ ഈ മനസ്സിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: മനുഷ്യന്റെ മാനുവൽ എന്താന്നുള്ളത് നമുക്കറിയില്ല. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മാനുവൽ ഉണ്ടാവും. അപ്പോൾ ആ മാനുവൽ മനസ്സിലാക്കി അത് പ്രവർത്തിപ്പിക്കുമ്പോഴായിരിക്കും അതിന് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന് മാത്രം നമ്മുടെ മാനുവൽ അറിയില്ല. നമ്മൾ ഓർക്കും നമ്മളുടെ ഐഡന്റിറ്റി ഒക്കെ ആണെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന് കേൾക്കുന്നത് വെച്ചിട്ട് ഇത് ആഡ് ഓൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനവനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് മനസ്സിനായ ഒരിടം, അതാണ് ലീവ് ലൈഫ്. അവിടെ നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ കൺസൾട്ടേഷൻസും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മൈൻഡ് കൺസൾട്ടൻ്റ് ആണ്. അപ്പം ഈവൻ കൂടുതൽ അവൻ്റെ മൈൻഡിനെ എങ്ങനെ റിജുവിനേറ്റ് ചെയ്യാം, എങ്ങനെ മെൻ്റലി ക്ലെൻസിങ് ചെയ്യാം, ഇങ്ങനെയൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും മനസ്സിന്റെ ഏത് ഏരിയയെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സിവിൽ എഞ്ചിനീയർ ആണല്ലേ? അതെ അതെ. ഈ സിവിൽ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് ഈ സൈക്കോളജിസ്റ്റിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്? പ്രചോദനം എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടേ മനസ്സിനെ കുറിച്ച് ക്യൂരിയസ് ആയിരുന്നു. പണ്ട് തൊട്ട് ഈ മനഃശാസ്ത്രജ്ഞന്മാരുടെ സംസാരിക്കുന്ന പങ്ക്തികളൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കാനും കൂടുതൽ അറിയാനും എന്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എഞ്ചിനീയറിംഗിൽ തന്നെ എൻ്റെ മാസ്റ്റേഴ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ കോളേജിൽ അധ്യാപികയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇതെന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പഠിച്ച് ഈ മനസ്സിൻ്റെ, കാരണം റിയൽ ലൈഫിലേക്ക് വരുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുണ്ടാവും, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, വീട് ഹാൻഡിൽ ചെയ്യണം, കൂടെ പഠനം ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ബാലൻസ് ചെയ്യാം? അപ്പോൾ എന്നെ കൂടുതൽ അറിയാനായിട്ടുള്ളൊരു ആഗ്രഹം, അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാം. അങ്ങനെയാണ് ഞാനൊരു കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ പർപ്പസ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കൂടുതൽ ഞാൻ എന്നെ അറിഞ്ഞപ്പം എന്നെ നന്നായി പെർഫോം ചെയ്യിക്കാനായിട്ട് എനിക്ക് പറ്റി. അപ്പോൾ എനിക്ക് തോന്നി ഈ ലോകത്തുള്ള ആളുകൾക്ക് ആർക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല അവനവനെ അറിയാനായിട്ടുള്ള. അപ്പോൾ പൊതുവേ ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരിക എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിനായിട്ട് പോവുക, അതല്ലെങ്കിൽ ഇച്ചിരി മെൻ്റൽ ഇൽനെസ് ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് കാണുക എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെയുള്ളവരുടെ മാത്രമല്ല, എല്ലാവർക്കും ആവശ്യമാണ് ഒരു മെൻറ്റർ. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ജിമ്മ് പോലെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഇപ്പോൾ എല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ട്, ട്രെയിനേഴ്സിനെ വെക്കുന്നുണ്ട്. അങ്ങനെ മെൻ്റൽ ഫിറ്റ്നസിൻ്റെ ഒരു പ്രാധാന്യം ലോകത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ആശയവുമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ലീവ് ലൈഫ്. അങ്ങനെയാണ് ശരിക്കും എന്നെ അതിലേക്ക് തന്നെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ നല്ലൊരു കുടുംബിനി കൂടിയാണ്. അപ്പോൾ ആ കുടുംബിനിയായി നിന്നുകൊണ്ടിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്തു പോകാൻ കഴിയുന്നു, എങ്ങനെയായിരുന്നു ആ അവസ്ഥ തരണം ചെയ്യാൻ കഴിഞ്ഞത്? ഇങ്ങനെ ഒന്ന്, കാരണം ഒരുപാട് ആളുകൾ പലരും കുടുംബിനിയായി കഴിയുമ്പോൾ അവരവരുടെ കുടുംബിനിയായിട്ട് പോകും, അവർ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഒതുങ്ങിപ്പോകുക എന്നുള്ളത്. പക്ഷേ അറിയാൻ കഴിഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചത്, ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആരാണെന്ന് യഥാർത്ഥത്തിലുള്ളത്. കാരണം വെച്ചാൽ ഒരു പല മേഖലയിൽ നിന്നുകൊണ്ടിട്ട്, കാരണം കുടുംബിനിയായി നിൽക്കുന്നു, എഞ്ചിനീയറായിട്ട് നിൽക്കുന്നു, ഒപ്പം സൈക്കോളജിസ്റ്റായിട്ട് പോകുന്നു. അപ്പോൾ കുടുംബവും ഇതും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. വെച്ചാൽ
ഒരു ടാസ്ക്കാണ്. അതെ അതെ. അല്ല, ചെറുപ്പം തൊട്ട് എൻ്റെ ഒരു ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ നല്ല കുടുംബജീവിതം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് നന്നായി കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ പ്രയോറിറ്റി ഉണ്ട്. എനിക്കിപ്പോൾ ഒരു ജന്മം ഉള്ളല്ലോ, അപ്പോൾ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഈ ലോകത്തിന് കൊടുത്തിട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൊണ്ടുപോകാനായിട്ട് ആപ്പാടെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു എല്ലാം കഴിഞ്ഞിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യത്തിന് ഞാൻ ഒരുപോലെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ് ആക്ച്വലി ഈ രണ്ടും ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അനുസരിച്ചാണല്ലോ. ഇപ്പം രണ്ടും വേണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടും കൂടെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി എഫേർട്ട് എടുക്കാനും അതിനായിട്ട് എനിക്ക് ഏത് ഏരിയയിലാണ് കുറച്ച് സ്കിൽ കുറവ് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും ഞാൻ ഇനി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഒരു രീതിയിൽ ബാലൻസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഡോക്ടർ അത്രയും കാര്യങ്ങൾ തരണം ചെയ്ത് പോകുമ്പോൾ ഈ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അവർ ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കണതാണ് സംഭവം. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന കാരണം ഈ ആവശ്യമുള്ള ഇല്ലാത്തതെന്ന് കണ്ടിട്ടൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ഓൾറെഡി ജനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരോട് ഈ ഒരു പകച്ചു നിൽക്കില്ല, ഒരു എന്താ പറയുക, ഒരു എന്താ ചെയ്യുക, എങ്ങനെ പോകുന്നത്, ആ മനസ്സ് കിടന്നൊരു വൈബ്രേഷൻ ഉണ്ട്. ശരിക്കും സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടിട്ട് അങ്ങനെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വരുമ്പോൾ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അല്ല, ഇന്നത്തെ കാലം ഡിജിറ്റൽ യുഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു രാവിലെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരാളുടെ ജീവിതം കണ്ട സ്റ്റാർട്ട് ചെയ്യുന്നത് റീൽസിലൂടെയൊക്കെ. അപ്പോൾ ഇവനൊരു സ്റ്റാറ്റസ് തന്നെ നമ്മൾ രാവിലെ ചിലപ്പോൾ അലാം വെക്കുന്ന ഫോണിലായിരിക്കും. അപ്പോൾ സ്റ്റാറ്റസ് കാണുമ്പോൾ തന്നെ അയാൾക്ക് ഇതെല്ലാം കിട്ടി, അവർ ഇന്നടത്തൊക്കെ പോയി എന്നറിയുമ്പോൾ തന്നെ നമ്മൾ സംതിങ് എന്തോ നമ്മുടെ ജീവിതം അത്ര പോരാ എന്നുള്ളൊരു തോന്നൽ എല്ലാ ആളുകളിലും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ജനറേഷൻ പഠിക്കേണ്ട ഒരു കാര്യം ഡിജിറ്റൽ ബൗണ്ടറി വെക്കാനാണ്. നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, എത്രത്തോളം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആവണം, അതല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ അതിരുകൾ വെക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ എല്ലാവർക്കും വേണം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല പ്രശ്നങ്ങളും വൈകാരികമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ കൈവിട്ട് പോവുകയാണ് പല കാര്യങ്ങളും. ഈ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുമ്പിൽ വരുമ്പോൾ നമുക്കത് എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് നമുക്ക് എന്ത് പറയാനും പറ്റിയിട്ട് നമുക്കതെങ്ങനെ? അത് ശരിക്കും അതൊരു ആദ്യം പറഞ്ഞ പോലെ ഒരു മെന്റൽ വർക്കൗട്ടാണ്. നമ്മുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റൊരാളുടെ ഇമോഷൻസിനെയാണ്. അതുപോലെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവർ നമുക്ക് ഉണ്ട് താനും. ഇതാണ് സത്യം. പക്ഷെ എപ്പോഴും നമ്മൾ നേരെ തിരിച്ചാണ്. ഓക്കെ, നമ്മൾ ദേഷ്യപ്പെടുന്നവരോട് ദേഷ്യപ്പെടല്ലേ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എന്നോട് പറയല്ലേ എന്ന് പറയുന്നു. മറ്റൊരാൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു തിരക്കാണ് നമുക്ക്. യഥാർത്ഥത്തിൽ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെ ചിന്തിക്കണം എന്ന് പോലും നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കണം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പല കുട്ടികൾക്ക് ഇപ്പോൾ കാണുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവാണ്. വെച്ചാൽ ഒരു ആത്മധൈര്യം വളരെ ശോഷിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കാലഘട്ടങ്ങൾ ഒരുപാട് വലുതായ യുഗമാണ്. പക്ഷേ പല പ്രശ്നങ്ങൾക്ക് മുമ്പിലും പകച്ചു നിന്നിട്ട് നമ്മൾ കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത പല സംഭവങ്ങൾ കുട്ടികളുടെ ഉണ്ടാവുകയാണ്. അവർ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിച്ച് പോകുന്നു. അല്ലെങ്കിൽ ഇപ്പം തന്നെ എന്താ പറയുക, നീറ്റ് പരീക്ഷയ്ക്ക് എഴുതിയ കുട്ടികൾ അല്ലെങ്കിൽ കീം എഴുതിയ കുട്ടികൾ മാർക്ക് കുറഞ്ഞു പോയിരുന്നു, അല്ലെങ്കിൽ റിസൾട്ട് ഇപ്പോൾ ഈ ലാസ്റ്റ് എഴുതിയ എക്സാം ക്യാൻസലായാലും അതിൻ്റെ ബേസിലൊക്കെ പോയി ആത്മഹത്യ ചെയ്യുന്നു. ഒരുപാട് പ്രതീക്ഷയാണ് ഫാമിലികൾക്ക് ഒരു കുട്ടികളെ കുറിച്ച്. ഇന്ന് അപൂർവം വീട്ടിലെ 2-3 കുട്ടികളുള്ളൂ, വലിയ 1-2 കുട്ടികളുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും. അപ്പോൾ അത്രയും പ്രതീക്ഷയോടെ മക്കളെ വളർത്തിയിട്ട് അവർ ഇങ്ങനൊരു നിസ്സാര കാര്യത്തിൽ ഇങ്ങനൊരു തെറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുട്ടികളെ വളർത്തുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്താഗ്രഹിച്ചാലും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പാരൻസിൻ്റെ ഭയങ്കര ഒരു കൺസേൺ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ടുള്ള സ്കില്ല് പലപ്പോഴും കുട്ടികൾക്ക് ലഭിക്കാറില്ല. അതായത് ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് കുറേ സ്കില്ലുകൾ നമുക്ക് വേണം. അതിന് ലൈഫ് സ്കിൽസ് എന്ന് പറയാം. അപ്പോൾ ഇതിപ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവായിക്കോട്ടെ, ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കാനായിട്ടുള്ള കഴിവായിക്കോട്ടെ, ഇതൊന്നും അക്യൂർ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ കുട്ടികളെല്ലാം അവരുടേതായിട്ടുള്ള ഒരു വേൾഡ് സൃഷ്ടിച്ച് ഇപ്പം അവരുടെ ഒരു ഡിവൈസിലാണ് അതിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ചലഞ്ചസ് വരുമ്പോൾ പെട്ടെന്ന് റിയൽ ആയിട്ട് ഒരാൾ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ റിയൽ ആയിട്ട് എവിടെയെങ്കിലും ഫെയിലിയർ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അവർക്കറിയില്ല. അപ്പൊ തന്നെ അവർ ചിന്തിക്കും എൻ്റെ ലൈഫ് ഭയങ്കര ടോക്സിക് ലൈഫാണ്, അല്ലെ കമ്പയർഡ് ടു അതേഴ്സ്
നമ്മൾ കുറേ ഡൗൺ ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാരൻറ്റിങ്ങിൽ തന്നെ ശരിക്കും ഞാൻ പറയുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇപ്പോൾ തീരുമാനങ്ങൾ ഭാവിയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടി എടുക്കണം എന്നുള്ളൊരു പാരൻറ്റിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ ചെറിയ ചെറിയ തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ എടുക്കാനായിട്ട് അനുവദിക്കുക. ചിലപ്പോൾ ആ തീരുമാനങ്ങൾ കൊണ്ട് അവർ അബദ്ധമായിരിക്കും പറ്റുന്നത്, പക്ഷെ അബദ്ധം പറ്റാനായിട്ട് കൂടെ ഒന്ന് അനുവദിക്കാം. അപ്പോൾ ഈ സക്സസും ഫെയിലിയറും ഒരേ രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു പക്വതയിലേക്ക് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ചെറിയ കളിയാക്കലോ ചെറിയ പരാജയമോ ഒന്നും അവരുടെ ജീവിതത്തെ എടുത്തു കളയുന്ന രീതിയിലേക്ക് മാറില്ല, ഫീൽ ചെയ്യില്ല. അതെ, ഇപ്പൊ നമ്മള് ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് അതായത് കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ മൊബൈൽ ഫോണാണ് അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. അതുങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പക്ഷെ പിന്നീട് അവർക്കത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഈ കുട്ടികൾ ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവുന്ന കൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആർക്കും നമുക്കൊരു ഇമോഷണൽ ഇൻറ്റിമസിക്ക് ആയിട്ടുള്ള ഒരു ടൈം ഇപ്പം ഇല്ല. നമ്മൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തെന്ന് വിചാരിച്ചാലും നമ്മൾ അവർക്ക് അവൈലബിൾ ആണെങ്കിൽ അവർക്ക് ആ ഫോൺ വേണമെന്നില്ല. കാരണം പാരൻസ് എല്ലാവരും ഇപ്പോൾ ബിസിയാണ്. പാരൻസും ചിലപ്പോൾ അപ്പുറത്തെ റൂമിൽ ഫോണിൽ തന്നെ ആയിരിക്കും. പിന്നെ കുറച്ചേരം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും കുട്ടിയുടെ കയ്യിലോ എപ്പോഴും ഫോണാണ് നമ്മൾ പറയണത്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഈ ഫോൺ നമ്മുടെ കയ്യിലും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ നമുക്ക് അവർക്ക് കൊടുക്കാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾ ഈ ഡിവൈസിലേക്ക് ഒത്തിരി പോവില്ല. ഇല്ലാത്ത പക്ഷം അവർക്ക് പുറത്തു പോയി കളിക്കാനായിട്ട് നമുക്ക് വിടാനുള്ള ധൈര്യമില്ല. കാരണം പുറത്തേക്ക് ധൈര്യമായിട്ട് വിടാൻ പറ്റാത്ത കാലഘട്ടം. അകത്ത് ഇരുന്ന കുറേ നേരം ടി വി അല്ലെ ഫോൺ, അതിൽ കൂടുതൽ എന്ത് ചെയ്യും അവര്? അപ്പൊ തന്നെ അവർ കൂടുതൽ ഡിവൈസിലേക്കാവും. പിന്നെ അവർ ആ ലോകം അതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. പക്ഷെ നമുക്കിപ്പം കുട്ടികളുമായിട്ട് അവരുടെ ഡിവൈസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളും കൂടെ ഇൻവോൾവ് ആവുക. ഇപ്പൊ ഒരു ഗെയിം തന്നെ കളിക്കുമ്പോൾ നമുക്കും കൂടെ വേണമെങ്കിൽ അവരുടെ കൂടെ നിന്ന് ഗെയിം കളിക്കാം. അതിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ പണ്ടത്തെ രീതിയിലെ ഗെയിമിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ തമ്മിലൊരു ഇമോഷണൽ കണക്ഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ആർക്കും സമയമില്ലാതെ വരുന്നതുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ ഡിവൈസിലോട്ട് പോകുന്നത്. ഡോക്ടർ പറഞ്ഞ പ്രോഗ്രാം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആ ഗ്യാപ്പ് കൂടി വരുമ്പോൾ പല കുട്ടികളും അടുത്തടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പാരൻസ് ആയിട്ടുള്ള ഗ്യാപ്പ് കൂടി വരികയാണ്. അവരുടേതായിട്ട് ലോകത്തേക്ക് പോകുമ്പോൾ അവർ പലരും പല രീതിയിൽ ഈ മോറലായിട്ടുള്ള പല പരിപാടിയിൽ പോയി ബന്ധപ്പെട്ടിട്ട് ആ കുടുംബത്തിന് ഏറ്റവും വലിയ ദോഷമായിട്ട് മാറുന്നത്. അവിടെ ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഒരു കാര്യമായിരിക്കും നമ്മുടെ പാരൻസ് കുട്ടികളുടെ അടുത്താൽ നന്നാവുന്നു. അല്ലെ, ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ കുഞ്ഞുങ്ങളെ കേൾക്കാനായിട്ട് തുടങ്ങുക. ഒരു പക്ഷെ അവർ കാണിക്കുന്ന അബദ്ധമായിരിക്കും, ചിലപ്പോൾ നമുക്ക് നല്ല തെറ്റായിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ നീ അതുകൊണ്ട് മോശക്കാരനായി പോയി എന്ന് ഒറ്റയടിക്ക് നമ്മൾ പറയാതെ അവർക്ക് പറയാനുള്ളത് മുഴുവൻ നമുക്ക് കേൾക്കാനായിട്ടുള്ള ഒരു തുറന്ന മനസ്ഥിതിയിലേക്ക് പാരൻസ് ഷിഫ്റ്റ് ചെയ്യണം. കാരണം ഭയങ്കരമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് വന്നു. ഇപ്പോഴത്തെ ഒരു പാരന്റിങ്, ഇപ്പം എന്നെ പാരന്റിങ് ചെയ്ത രീതിയിൽ എൻ്റെ മക്കളെ എനിക്ക് പാരന്റിങ് ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. അത് അവരുടെ ലെവലിലിട്ട് നമ്മൾ പോയിട്ട് ജഡ്ജ്മെന്റ് ഇല്ലാതെ കേൾക്കാനായിട്ടുള്ള ഒരു സദസ് നമ്മുടെ വീട്ടിൽ കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേന്ന് വെച്ചാൽ അവർ കുറേ ഹൈഡ് ചെയ്യും. ഈ ഹൈഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കളോടായിരിക്കും. ഇവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് അവർ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് പോയി ചാടുക ചെയ്യും. നല്ലൊരു റിപ്ലൈ അവർക്ക് കിട്ടാനില്ല. ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ ഓരോ പ്രായം എത്തുമ്പോൾ ഓരോന്നിനോട് ക്യൂരിയോസിറ്റിയും അതുപോലെ ഇപ്പൊ പ്രണയബന്ധങ്ങളൊക്കെ ആണെങ്കിൽ അത് നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതിനെ കാണുന്ന കാര്യം എവിടെ അതിർവരമ്പുകൾ വെക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾക്ക് അപ്പൊ പറഞ്ഞു കൊടുക്കാനും പറ്റും. നേരെ മറിച്ച് എന്നെ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി നോക്കിന്ന് പറയുമ്പോൾ നിന്നെ നോക്കിയില്ല, അപ്പൊ നിന്റെ കുഴപ്പമാണ്, നീ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അല്ലാതെ ആ കുട്ടികൾക്ക് എവിടെ ബൗണ്ടറി വെക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ഓരോ പ്രായത്തിൽ നമുക്ക് തോന്നലുകൾ ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പാരൻസ് വരേണ്ട കാലഘട്ടമായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ചെറിയ പല കുട്ടികളും ഇങ്ങനെ ഒരു പ്രത്യേക ലൈഫിലൂടെ വന്നിട്ട് ഒരു ഡിഗ്രി ഒക്കെ എടുത്ത് ജോലിയായിട്ട് പിന്നെ മാരേജ് ലൈഫിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് ഒരു ചെറിയ പ്രശ്നം വന്നാൽ, പ്രതിസന്ധി വന്നാൽ എങ്ങനെ തരണം ചെയ്യാൻ പറ്റാത്ത വരുന്നു. അവർ പെട്ടെന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ, ഇവർക്ക് ആ ഇമോഷൻസ് എങ്ങനെ അത് കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അവർക്ക്? ഈ മാരേജ് എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും കാണുന്നത് ഇപ്പം നമ്മൾ ഈ മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് അവരവൻ്റെ ലൈഫിനെ, പിന്നെ പൊതുവെ വിവാഹ ജീവിതത്തിനെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇടുന്ന സിനിമകളിലൂടെയാണ്. പ്രണയം ആയിക്കോട്ടെ, ജീവിതം ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ സിനിമകളിൽ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണത്. പിന്നെ റിയലിലോട്ട് വരുമ്പോൾ അത്രയും കിട്ടാതെ വരുമ്പോൾ അവരോർക്കും സംതിങ് മിസ്സിങ് ആണ് എൻ്റെ ലൈഫിൽ എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒന്നാണ്. അല്ലാതെ വിവാഹം കഴിക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും പെർഫെക്റ്റ് പാർട്ട്നേഴ്സും പെയേഴ്സും ഒന്നും ആവണമെന്നില്ല. അത് പരസ്പരം മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ആണെങ്കിൽ അത് ഫോം ചെയ്യാൻ മിനിമം ഞാൻ പറയും ഒരു 10 വർഷമെങ്കിലും കൊടുക്കട്ടെ. അല്ലാതെ നമ്മളിപ്പോൾ 1 വർഷം 2 വർഷം കൊണ്ട് അത് വർഷങ്ങൾ കഴിയുന്തോറുമാണ് നമ്മൾ ഒരാളെ കൂടുതലായിട്ട് അടുത്തറിയുന്നത്. റിലേഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് എടുക്കും. അപ്പോൾ ഇനിഷ്യൽ പീരീഡിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഓക്കെ അല്ലാത്ത കാര്യങ്ങളായിട്ട് ഉണ്ടാവാം. പക്ഷെ എന്നാലും
നമ്മൾ ആ ഒരു ഇപ്പൊ ഒരു എന്താ പറയാ ഒരു സാധനം ഡെവലപ്പ് ചെയ്യണമെങ്കിലുള്ള ഇനിഷ്യൽ എഫേർട്ട് ഇടാനായിട്ട് നമ്മൾ തയ്യാറാവേണ്ടി വരും. അങ്ങനെ ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ കുഴപ്പമില്ലാതെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ ഇവർ തയ്യാറല്ലാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറല്ലാത്തൊരു ഘട്ടത്തിലാണ് പെട്ടെന്നൊരു തീരുമാനം. അങ്ങനെ ഒരുപാട് വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വളരെ പെട്ടെന്ന് അവരുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടായി, ആ ഒരു ലൈഫാണ് ശരിക്കുള്ളത്, ആ ലൈഫ് പെട്ടെന്ന് അത് അവർ നശിപ്പിച്ച് വീണ് പോകുന്ന ഒരു രീതിയാണ്. പിന്നെ അവർക്ക് വേറെ കിട്ടുമായിരിക്കും, പക്ഷേ എങ്കിലും അത് അപൂർവമാണ്. പക്ഷെ എപ്പോഴും ആ നല്ല സ്മൂത്തായിട്ട് പോകേണ്ട ഒരു കാര്യം നിസ്സാര ഒരു കാര്യത്തിലാണ് ഇടിച്ച് ഇന്ന് സംഭവം വരമായിരിക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് പോകാനുള്ള ഒരു സീക്രട്ട് എന്തെങ്കിലും ഡോക്ടർക്ക് പറഞ്ഞു തരാൻ? പ്രധാനമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കമ്മ്യൂണിക്കേഷൻ വരും. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് പരസ്പരം ഇമോഷണലി കണക്റ്റഡ് ആവുന്ന വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആൾ എന്താണെന്നും നമ്മൾ എന്താണെന്നും ഉള്ളൊരു ബോധ്യം ഒരാൾക്ക് വേണം. ഞാൻ എന്താണ്, എൻ്റെ വാല്യൂ സിസ്റ്റം എന്താണ്, എൻ്റെ പാർട്ട്ണർ എന്താണ്, ആളുടെ വാല്യൂ സിസ്റ്റം എന്താണ്, അങ്ങനെ ഒരു ബോധ്യം വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരങ്ങൾ ഉണ്ടാവും. പക്ഷെ രണ്ടുപേരുടെയും വാല്യൂസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരാളെ നമ്മളുടെ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. രണ്ടു കൂട്ടരും ജനിച്ചു വളർന്ന സാഹചര്യം വേറെ ആയിരിക്കും, അവരുടെ പ്രയോറിറ്റീസും മുൻഗണനകൾ എല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷെ അതിനെ അതായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് മാറുമ്പോൾ അത് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പം രണ്ടും വ്യത്യസ്ത വ്യക്തികളാണെന്നുള്ള ബോധ്യവും ഞങ്ങളുടെ മൂല്യങ്ങൾ വ്യത്യസ്തമാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായാൽ തന്നെ അവിടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഡോക്ടറിന്റെ അടുത്ത് ഇങ്ങനെ വരാറുള്ളത്? ഞാൻ പലതരത്തിലുള്ള, അതായത് കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവരുടെ വരെ കേസുകൾ എടുക്കാറുണ്ട്. അപ്പൊ അതിലിപ്പോ ഫാമിലി ആണെങ്കിൽ ഫാമിലി സെഷൻസ് വരാറുണ്ട്. കുട്ടികളുടെ ആണെങ്കിൽ ഇപ്പൊ കൂടുതലും ഇപ്പം പ്രണയ നൈരാശ്യങ്ങള്, അത് വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആണ് പിള്ളേരെ സംബന്ധിച്ച്. അതുപോലെ റിലേഷൻഷിപ്പ്, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ, നമ്മൾ ഓർക്ക് മാരേജിൽ മാത്രമാണ് പ്രോബ്ലം അല്ല, ലിവിങ് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും വേറെ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഒരാളുടെ കൂടെ ജീവിച്ചു വരുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതേ വൈകാരിക എല്ലാം ഇവരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളുടെ കേസിലാണെങ്കിലും പഠനത്തിന്റെ സ്ട്രെസ്, ഒരു 10+2 ആകുമ്പോൾ കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ആണ്, എന്ത് കരിയർ ചൂസ് ചെയ്യണം, അങ്ങനെ ഓരോ വിഭാഗക്കാർക്കും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗത്തിലുള്ള കേസുകളും ഞാൻ ചെയ്യാറുണ്ട്. പല പ്രണയങ്ങളും ബ്രേക്ക് ആവുമ്പോൾ പല ഇഷ്യൂസുകൾ മാരകമായിട്ട് വരെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ പ്രണയം ബ്രേക്ക് ആവുമ്പോൾ ഒരു മുൻകരുതലോ അല്ലെങ്കിൽ അവർക്ക് ഒരു കരുതലോ അവർക്ക് എന്ത് നമുക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെ അത് ഫേസ് ചെയ്യണമെന്ന് പറയാൻ പറ്റും ഡോക്ടറിന്റെ ഐഡിയയിൽ? ഇപ്പം നമ്മൾ വളരെ നന്നായിട്ട് കരുതിയിട്ടും നമ്മുടെ പാർട്ട്ണറെ നമ്മളെ അവഗണിച്ചിട്ട് പോകുമ്പോൾ പ്രധാനമായിട്ട് ഒരാളിൽ ഉണ്ടാവുന്ന ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് എന്നെ പാർട്ട്ണർ വിട്ടുപോയെന്നുള്ളതാണ്. ബട്ട് ദ റിയാലിറ്റി അതായിരിക്കണം എന്നല്ല റീസൺ, അതല്ല റീസൺ എന്നുള്ളതാണ്. അത് ചിലപ്പം നമ്മുടെ കുറവുകൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ ബന്ധം ഫെയിലിയർ ആവുന്നത്. നമ്മൾ ചിലപ്പോൾ നമുക്കായി വന്ന പാർട്ട്ണറുടെ പ്രോബ്ലം ആവാം, അതല്ലെങ്കിൽ ആ ഒരു സെൽഫ് എസ്റ്റീമിനെ എഫക്ട് ചെയ്യുമ്പോഴാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺ ആയി പോകുന്നത്. എനിക്ക് എന്ത് കുറവുണ്ടായിട്ടല്ലേ, ഞാൻ ട്രീറ്റ് ചെയ്ത രീതി ശരിയല്ലാണ്ടായിരിക്കും എന്നെ വിട്ടിട്ട് പോയത്, അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റ്സും, ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ഓർത്ത് വിഷമിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ആവണമെങ്കിൽ അത് ഒരാളുടെ മാത്രം എഫേർട്ട് കൊണ്ട് പറ്റില്ല, രണ്ടുപേരും എഫേർട്ട് എടുക്കണം. പക്ഷെ നമ്മുടെ പോർഷൻ നമ്മൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാന്നുള്ള ബോധ്യം വേണം താനും. നമ്മുടെ തലമുറയിൽ ഇപ്പോൾ ഡോക്ടർ ആകുമ്പോൾ, സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ കരുതേണ്ടത്, അതൊരു എന്താ പറയുക, ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലൈഫിൽ എന്തായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ. സ്ത്രീകൾ പലപ്പോഴും അവളുടെ കഴിവുകളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാറില്ല എന്നാണ് എനിക്ക് തോന്നാറ്. അതിൽ സ്ത്രീക്ക് വില കൽപ്പിക്കേണ്ട ഒരു രീതിയുണ്ട്. വില കൽപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സൊസൈറ്റിയിലൊരു ഇക്വാളിറ്റി, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. അവനവനിൽ തന്നെ ഒരു പൂർണ്ണത കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമം അത് ഓരോ സ്ത്രീകൾക്കും വേണം. കാരണം ഒരു വീടിന്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് തന്നെ അവിടെ സ്ത്രീയാണ്. കാരണം സ്ത്രീകൾക്ക് അത്രയേറെ പവർ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് കൂടുതൽ ഇമോഷണലി അല്ലെങ്കിൽ മൈൻഡ് വൈസ് ഒക്കെ സ്ട്രെങ്ത് കൂടുതൽ വിമനുണ്ട്. പക്ഷെ പലപ്പോഴും അവരൊരു ബലഹീനയായിട്ടാണ് കാണാറെന്ന് എനിക്ക് തോന്നാറുണ്ട്, ചിത്രീകരിക്കപ്പെടാറ് മിക്കപ്പോഴും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകൾ വളരെ ശക്തരാണ്, മാനസികമായിട്ട് ഇമോഷണലായിട്ട് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ പലപ്പോഴും ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ഇപ്പൊ തന്നെ നമുക്കൊരു ഡെലിവറി വരെ വുമൻ ആണ്, ദൈവം സൃഷ്ടിച്ചേക്കുന്നതിൽ തന്നെ അങ്ങനെയാണ്.
സോ അത്രയും ഒരു ഇതെടുക്കാനായിട്ടുള്ളൊരു പവർ ഓരോ വിമനും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു വിമൻ എന്ന് പറയുന്നത് സംതിങ് ഒരു ബ്ലെസ്ഡ് ഒരു സംഭവമാണ്. പരിമിതിയല്ല, സ്ത്രീ ആവുന്നത് പരിമിതിയല്ല, സാധ്യതയാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഇപ്പോൾ ഒരു അമ്മയാകാൻ ചിലപ്പോൾ ഏറ്റവും വലിയ കർമ്മം, ആ ഉത്തരവാദിത്വം ദൈവം കൊടുത്തത് സ്ത്രീക്കാണ്. അതിൻ്റെ ആ പവിത്രതയും മഹത്വവും എങ്ങനെയൊക്കെ പകരം വെക്കാൻ ആരെക്കൊണ്ട് പറഞ്ഞാലും പറ്റാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് മാതാവിൻ്റെ പാദത്തിനടിയിലാണ് സ്വർഗം എന്ന് പറയുന്ന ആ ഒരു വചനങ്ങൾ വന്നേക്കണം അങ്ങനെ തന്നെയാണ് സംഭവം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു ലൈഫിൽ സക്സസ് ആയ ഒരു ജീവിതം എന്ന് പറയണത് എങ്ങനെ പോകുന്ന ഒരു സക്സസിന്റെ ഡെഫിനിഷൻ ആണോ ചോദിച്ചാൽ? സക്സസിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സമാധാനം, മനസ്സിന്റെ സന്തോഷം, ഇത് മാത്രമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മമണ്ഡലത്തിലാണെങ്കിലും നമ്മുടെ ഒരു ദിവസം എടുത്താലും നമുക്ക് നല്ല മനസ്സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ അതാണ് സക്സസ് എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും എന്താ പറയുക, തിരക്ക് പിടിച്ച സമയമാണ് ഡോക്ടർക്ക് എന്നറിയാം. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. എങ്കിലും ഇനിയൊരു അവസരത്തിൽ വീണ്ടും വരണമെന്നും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ല ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് കുടുംബങ്ങൾ പല രീതിയിലുള്ള പ്രോബ്ലംസിലൂടെ കടന്നു പോവുകയാണ്. ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും അവർക്ക് സ്ട്രൈക്ക് ആകുക. കാരണം നമ്മളൊക്കെ കുട്ടികളുള്ള വീട്ടിൽ നമുക്ക് മക്കളുണ്ട്, അവരുടെ പല പ്രശ്നങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ അതുപോലത്തെ നിരവധി ഫാമിലികളിൽ കുട്ടികളുടെ മുമ്പിൽ, അവരുടെ വൈഫിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ, ഫാമിലിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധികൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഡോക്ടർ പറഞ്ഞ ഏത് വാക്കാണ് ആർക്ക് എങ്ങനെ പുറപ്പെടുമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ചോദ്യങ്ങൾ ഇങ്ങനെ ഇഷ്ടംപോലെ ചോദിച്ചു പോകാനുമുണ്ട് സംഭവം. ഏതായാലും സമയമില്ലാത്തത് കൊണ്ടിട്ട് മറ്റൊരു എപ്പിസോഡിൽ ഡോക്ടറിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. പിന്നെ ഡോക്ടർക്ക് എന്താ പറയുക, ഒരു കൺക്ലൂഷനായിട്ട് ഒരു മെസ്സേജ് ഈ കുടുംബജീവിതത്തിൽ നയിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് നമുക്കത്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സോൾ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ല. മിക്കപ്പോഴും നമ്മൾ രണ്ട് ധ്രുവങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്ത പാർട്ട്ണറുടെ പ്രോബ്ലം ആണെന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ വിധിയെന്നോ ഒന്നും വിചാരിക്കേണ്ട. ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ട് എല്ലാവരും ഇടാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വാല്യൂ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയാസും നമ്മുടെ പാർട്ട്ണറുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയാസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് രണ്ട് കൂട്ടർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസും കൊടുത്ത് പരസ്പര റെസ്പെക്റ്റോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജുകൾ തന്നത്. എല്ലാവിധ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Like, subscribe and press bell button. Stay tuned for more videos.